ഹാർവാർഡ് സർവകലാശാലയുടെ ധനസഹായം വീണ്ടും വെട്ടിക്കുറച്ച് ട്രംപ് ഭരണകൂടം. ആരോഗ്യ ഗവേഷണത്തിന് സർവകലാശാലയ്ക്ക് നൽകി വരുന്ന ധനസഹായത്തിൽ നിന്നും $100 കോടി കൂടി വെട്ടിക്കുറയ്ക്കുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഹാർവാർഡ് സർവകലാശാലയ്ക്കുള്ള $220 കോടി മൾട്ടി ഇയർ ഗ്രാന്റുകളും $60 ദശലക്ഷം കരാറും മരവിപ്പിക്കുമെന്നും നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കങ്ങൾ. എന്തായാലും ഹാർവാർഡ് സർവകലാശാലയ്ക്കെതിരെ കൂടുതൽ പ്രതികാര നടപടികളുമായി ട്രംപ് ഭരണകൂടം തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. സർവകലാശാലയിൽ നിന്നും വിദേശ വിദ്യാർത്ഥികളെ വിലക്കാനാണ് പുതിയ നീക്കം. വൈറ്റ് ഹൌസ് നിർദ്ദേശിച്ച പരിഷ്കാരങ്ങൾ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിന് പിന്നാലെയാണ് നടപടി. ഈ മാസം 30-നകം അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസ പദവിയുള്ളവരുടെ നിയമവിരുദ്ധവും അക്രമാസക്തവുമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രേഖകൾ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. അല്ലാത്തപക്ഷം സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ റദ്ദാക്കുമെന്നാണ് മുന്നറിയിപ്പ്. $2.7 മില്യൺ മൂല്യമുള്ള 2 ഗ്രാന്റുകൾ നിർത്തലാക്കുമെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രഖ്യാപിച്ചു. അതേസമയം സർവകലാശാല അതിന്റെ സ്വതന്ത്രമോ ഭരണഘടനാപരമായ അവകാശങ്ങളോ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നാണ് ഹാർവാർഡിന്റെ നിലപാട്. സർവകലാശാല നേതൃത്വത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് DHS സെക്രട്ടറി ക്രിസ്റ്റീനോ പ്രതികരിച്ചത്. നട്ടലില്ലാത്ത നേതൃത്വത്താൽ നയിക്കപ്പെടുന്ന ഹാർവാർഡ് തീവ്രവാദ കലാപങ്ങളുടെ മാലിന്യ കൂമ്പാരത്തിന് ഇന്ധനം നൽകുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും നോം ആരോപിച്ചു. അമേരിക്കൻ വിരുദ്ധ ഹമാസ് അനുകൂല പ്രത്യയശാസ്ത്രം സർവകലാശാല ക്യാമ്പസിനെ വിഷലിപ്തമാക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അത്യുന്നത സ്ഥാപനമെന്ന ഹാർവാർഡിന്റെ സ്ഥാനം വിദൂര ഓർമ്മയാണെന്നും പ്രസ്താവനയിൽ നോം വിമർശിക്കുന്നുണ്ട്. ക്യാമ്പസുകളിലെ ആന്റി സെമറ്റിക് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ടാസ്ക് ഫോഴ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് നിരവധി നിർദ്ദേശങ്ങളുടെ പട്ടിക സർക്കാർ സർവകലാശാലയ്ക്ക് നൽകിയത്. ഹാർവാർഡിന്റെ പ്രവർത്തനങ്ങൾ, പ്രവേശനം, നിയമനം, ഫാക്കൽറ്റി, വിദ്യാർത്ഥി ജീവിതം എന്നിവയെല്ലാം മാറ്റിയെഴുതുന്ന 5 പേജുള്ള നിർദ്ദേശങ്ങളായിരുന്നു സർവകലാശാലയ്ക്ക് അയച്ച കത്തിലെ ഉള്ളടക്കം. ക്യാമ്പസിൽ നടന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളാണ് ട്രംപ് ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചത്. എന്നാൽ ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെ പട്ടിക ഹാർവാർഡ് സർവകലാശാല തള്ളിയതോടെയാണ് ഹാർവാർഡിനെതിരായ പ്രതികാര നടപടി ആരംഭിച്ചത്. ക്യാമ്പസിനുള്ളിൽ പ്രതിഷേധക്കാർ ധരിക്കുന്ന മുഖംമൂടികൾ നിരോധിക്കണമെന്നും പ്രതിഷേധത്തിനിടെ സർവകലാശാല കെട്ടിടങ്ങൾ കൈവശപ്പെടുത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യണമെന്നുമായിരുന്നു ട്രംപ് സർക്കാർ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. ക്രിമിനൽ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥി ഗ്രൂപ്പുകളെയോ ക്ലബ്ബുകളെയോ അംഗീകരിക്കാൻ പാടില്ലെന്നും അവർക്ക് ധനസഹായം നൽകരുതെന്നും ഭീകരതയോ ജൂതവിരുദ്ധതയോ പിന്തുണയ്ക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നത് തടയാൻ പ്രവേശന പ്രക്രിയയിൽ മാറ്റം വരുത്തണമെന്നും ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. ഹാർവാർഡിന് പുറമെ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ഗ്രാന്റുകളും കരാറുകളും ട്രംപ് സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. മാർച്ച് 7-നാണ് ട്രംപ് ഭരണകൂടം കൊളംബിയയുടെ $400 മില്യൺ ഗ്രാന്റുകളും കരാറുകളും പിൻവലിച്ചത്. കൊളംബിയ യൂണിവേഴ്സിറ്റി അതിന്റെ ക്യാമ്പസിൽ അക്രമവും ജൂതപീഡനവും അനുവദിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു നടപടി. ഒരാഴ്ച കഴിഞ്ഞ് കരാറുകളും ഗ്രാന്റുകളും തിരികെ ലഭിക്കുന്നതിന് സർവകലാശാല പാലിക്കേണ്ട ആവശ്യങ്ങളുടെ ഒരു പട്ടിക ട്രംപ് ഭരണകൂടം പുറത്തിറക്കി. ഇത് പാലിക്കാമെന്ന് കൊളംബിയ സർവകലാശാല അറിയിച്ചിരുന്നു.